എന്താടോ? അത് പിന്നെ ചെറിയൊരു സംശയം. ചോദിക്കടോ. ഡോക്ടർ, ഈ ക്യാൻസറിന്റെ സ്റ്റേജസ് പറയത്തില്ലേ 1, 2, 3, 4 എന്നൊക്കെ, ശരിക്കും ഇത് തമ്മിൽ എന്താ ഡിഫറൻസ്? അതായത് ഓരോ ഓർഗാനിക് ക്യാൻസർ വരുമ്പോൾ അത് സ്പ്രെഡ് ആയിട്ടുണ്ട്, എത്രത്തോളം സ്പ്രെഡ് ആയിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുന്നതിനാണ് നമ്മൾ സ്റ്റേജിങ് ഉപയോഗിക്കുന്നത്. സ്റ്റേജ് 1 എന്ന് പറഞ്ഞാൽ അത് ക്യാൻസർ തുടങ്ങിയ ആ ഓർഗനിൽ തന്നെ നിൽക്കുന്നതിനാണ് സ്റ്റേജ് 1 എന്ന് പറയുന്നത്. സ്റ്റേജ് 2 അല്ലെങ്കിൽ സ്റ്റേജ് 3 എന്ന് പറയുമ്പോൾ അതിന് ചുറ്റുപാടുമുള്ള ഓർഗൻസിലേക്ക് ഇത് വ്യാപിച്ചു എന്നാണ് അർത്ഥം. സ്റ്റേജ് 4 എന്ന് പറഞ്ഞാൽ ദൂരെയുള്ള ഓർഗൻസിലേക്ക് ഇത് ബാധിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ സ്റ്റേജിങ് ഒരു ജനറലായിട്ട് പറഞ്ഞ ഇംപ്രഷനാണ്. അപ്പോൾ ഈ സ്റ്റേജ് 1 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ രക്ഷപ്പെടും, സ്റ്റേജ് 4 ആണെങ്കിൽ? അതായത് താൻ പറഞ്ഞതിലൊരു കാര്യമുണ്ട്. സ്റ്റേജിങ് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ് സർവൈവലിന്. പക്ഷെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് ടൈപ്പ് ക്യാൻസർ ആണെന്നുള്ളതും. ഉദാഹരണത്തിന് ഇപ്പം ബ്രസ്റ്റ് ക്യാൻസർ അഡ്വാൻസ്ഡ് സ്റ്റേജ് ആണെങ്കിൽ പോലും ഹോർമോൺ സെൻസിറ്റീവ് ട്യൂമേഴ്സ് ആണെങ്കിൽ അത് സർവൈവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ എന്നാൽ ഇപ്പം യൂട്രസിനകത്ത് വരുന്ന ക്യാൻസേഴ്സ്, ചില സീരിയസ് ക്യാൻസേഴ്സ് ഒക്കെ സ്റ്റേജ് 1 ആണെങ്കിൽ പോലും എങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്താലും രണ്ടാമത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഇതുപോലെ സ്റ്റേജിങ്, ടൈപ്പ് ഓഫ് ക്യാൻസർ, മറ്റു ഒരുപാട് ഫാക്ടേഴ്സ് സർവൈവലിന് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ആണ്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഏർലി ഡയഗ്നോസിസ് ഇസ് ദ കീ ടു ക്യൂർ. ഓക്കെ.